നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ ബിസിനസ് പാർട്ണറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടും രണ്ടായി കാണാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അടുത്ത ദിവസം നിങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ജോലി ചെയ്യാൻ കഴിയുമോ? ബിസിനസ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ബിസിനസിന്റെ വിജയത്തിനായി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ റിസ്കുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളെ അസ്വസ്ഥരാക്കിയെങ്കിൽ ഇതിനുള്ള എല്ലാം ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കുറെ സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടാണ് The benefits of building a business together. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ണറുമായി ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷെയർ വിഷൻ ആൻഡ് പാഷൻ. നമ്മളുടെ പാഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ണറിന്റെയും വിഷൻ ഒന്നാണോ എന്ന് തിരിച്ചറിയുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് നൈക്ക. ബ്യൂട്ടി പ്രോഡക്ട്സ് അതുപോലെ തന്നെ ഷൂസ് എല്ലാ പ്രോഡക്ട്സും ലഭിക്കുന്ന ഒരു ബ്രാൻഡാണ് നൈക്ക. അതിന്റെ ഓണേഴ്സ് ഒരു കപ്പിൾ ആണ്. അവരുടെ പേരാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ രണ്ടാളുകളാണ് ഫൽഗുനി ആൻഡ് സഞ്ജയ് നായർ. ഫൽഗുനി നായർ ഹൈ പേയിങ് ആയിട്ടുള്ള ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലി റിസൈൻ ചെയ്ത് ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി ആ നൈക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആരംഭിച്ച് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഫൽഗുനി നായർ തന്റെ ജോലി റിസൈൻ ചെയ്ത് ബിസിനസ് ആരംഭിക്കുകയും കൂടെ സഞ്ജയും കൂടെ ചേർന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ ജോലി കാര്യമാക്കാതെ ആദ്യത്തെ ആ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജ് എല്ലാം ഫേസ് ചെയ്ത് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ് ആയി നൈക്ക എന്നൊരു ബ്രാൻഡ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നൈക്ക 1,00,000 കോടി രൂപയുടെ ഒരു ബിസിനസ് ആയി മാറിയിരിക്കുകയാണ്. അന്ന് അവർക്ക് ആ ഒരു ജോലി റിസൈൻ ചെയ്യാതെ ഇപ്പോഴും ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ആ ഒരു ജോലി ആശ്രയിച്ച് അവർ ജീവിക്കേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോൾ അവർ 1,00,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ബിസിനസ് ഐഡിയ സ്വന്തമായി ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരെയും അന്വേഷിച്ച് പോകണ്ട. നിങ്ങളുടെ പാർട്ട്ണറിനെ തന്നെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാക്കി നിങ്ങൾക്ക് ഒരുമിച്ച് വളരാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കുന്ന വ്യക്തികളാണ് റിച്ച ആൻഡ് വിശാൽ കർവ. അവർ എന്ത് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് അവർ സക്സസ്ഫുൾ ആയതെന്ന് നമുക്ക് നോക്കാം. അവർ ചെയ്ത കാര്യം, അവർ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചു. സ്മോൾ ബിസിനസ്, അതായത് ചെറുകിട വ്യാപാരികളെ എല്ലാവരെയും ഏകോപിപ്പിച്ച് ഓൺലൈൻ ബിസിനസ് സാധ്യതകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്. ഇപ്പോൾ $1 മില്യൺ വർത്തുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി ആ ഒരു ബിസിനസ് വളർന്നിരിക്കുകയാണ്. അവിടെ ഈ ഒരു ബിസിനസ് ഇത്രയും വളരാനുള്ള ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് അവർക്ക് ലഭിച്ചത് അവർ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറുമായി നിങ്ങൾക്ക് ഒരു നല്ലൊരു വിശ്വസ്തത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഒരിക്കലും തകർക്കാനാകാത്ത ഒരു വിജയമായി മാറും. അത് ഉറപ്പായ ഒരു കാര്യമാണ്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഷെയർഡ് ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾ ഷെയർ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഓരോ എക്സാമ്പിൾസും, അതായത് ഓരോ കാര്യങ്ങളും ഞാൻ വെറുതെ പറയുന്നതല്ല. റിയൽ ലൈഫിൽ ആളുകൾ ഇത്തരം ഈ ഒരു രീതി പ്രയോഗിച്ച് സക്സസ്ഫുൾ ആയി ആ ഒരു റിയൽ സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാനും നിങ്ങൾക്കും ഈ ഒരു ഐഡിയ നിങ്ങളുടെ ബിസിനസ്സിലും ഉപയോഗിക്കാനും സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതരായ ഒരു കപ്പിളാണ് ട്വിങ്കിൾ ഖാന ആൻഡ് അക്ഷയ് കുമാർ. അവർ മൾട്ടിപ്പിൾ ബിസിനസ് ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ബിസിനസ് ആരംഭിച്ച് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയതെന്ന് നമുക്ക് നോക്കാം. ട്വിങ്കിൾ ഒരു ആക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ട്വിങ്കിൾ ആ ഒരു ആക്ടിംഗ് കരിയർ മാറ്റി നിർത്തി ബിസിനസ് ആരംഭിച്ച് അതൊരു സക്സസ്ഫുൾ ബിസിനസ് ആക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ട്വിങ്കിൾ ആദ്യം ചെയ്തത് ഒരു ഇന്റീരിയർ ഡിസൈനിങ് ബിസിനസ് ആണ് ആരംഭിച്ചത്. ഇപ്പോൾ അത് സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഒരു ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയും ആരംഭിച്ചു. 2 ബിസിനസ്സും ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്വിങ്കിൾ ഈ ബിസിനസ് ആരംഭിച്ചപ്പോൾ ട്വിങ്കിളിന്റെ ഭർത്താവായ അക്ഷയ് കുമാർ ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ മെന്റലിയും ട്വിങ്കിളിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ട്വിങ്കിളിന് ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുകയും അതൊരു സക്സസ്ഫുൾ ബിസിനസ് ആക്കി മാറ്റാൻ കഴിയുകയും ചെയ്തത്. നിങ്ങൾ 2 വ്യക്തികളായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരു കപ്പിളാണ്. നിങ്ങൾ രണ്ടുപേരിൽ ആര് ബിസിനസ് ആരംഭിച്ചാലും ആ ഒരു ഫിനാൻഷ്യൽ ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാം. അത് നിങ്ങൾ തമ്മിൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ എഫേർട്ട് മുഴുവൻ ഒരുമിച്ചിട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ബിസിനസ് ആരംഭിക്കാനും അത് സക്സസ്ഫുൾ ആയി റൺ ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് മോർ കമ്മിറ്റ്മെന്റ് ലെസ് റിസ്ക്. കാലം എത്രയൊക്കെ മാറിയാലും എത്രയൊക്കെ പുരോഗമനം ഉണ്ടായാലും ഇപ്പോഴും ചിലയിടങ്ങളിൽ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ചിലയിടങ്ങളിൽ സ്ത്രീകൾ വീട്ടുജോലി ചെയ്യണം, പുരുഷന്മാർ ഓഫീസ് ജോലി ചെയ്യണം എന്നൊരു ചിന്താഗതി എല്ലാവർക്കും ഇല്ല, എന്നാലും ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ 2 പേരാണ് ഇന്ദ്ര നൂയി ആൻഡ് രാജ് നൂയി. ഇതിലെ ഇന്ദ്ര നൂയി ആണ് ആദ്യമായി ബിസിനസ് ആരംഭിച്ചത്. ഇന്ദ്ര നൂയി ബിസിനസ് ആരംഭിച്ച സമയത്ത് രാജ് നൂയി ആണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയത്. ഇപ്പോൾ എല്ലാവരും അതൊരു മോശമായ കാര്യമായിരിക്കും ചിന്തിക്കുന്നത്. ഭാര്യ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഭാര്യ ബിസിനസ് ചെയ്യുന്നു, ഭർത്താവ് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് ഒരു മോശം കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അത് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, നിങ്ങൾ
നിങ്ങളുടെ ജോലികൾ പങ്കിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും തുല്യമായി ഏറ്റെടുത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. തമ്മിൽ ഈഗോയും ഈ പണി നീ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ പണി സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്നൊരു മനോഭാവം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ്സിലേക്ക് കടക്കരുത്. നിങ്ങൾക്ക് താഴാനും ക്ഷമിക്കാനും എല്ലാം ഒരുപോലെ ചെയ്യാനുമുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ആരംഭിക്കാൻ പോകാൻ പാടുള്ളൂ. ഇന്ദ്ര നൂയി സ്വന്തമായി പെപ്സിക്കോ എന്നൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡ് ആരംഭിച്ചു. ഇന്ദ്ര നൂയി ഈ ഒരു ബിസിനസ് ആരംഭിച്ചപ്പോൾ രാജ് നൂയിയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഈ ബിസിനസ്സിലോട്ട് പ്രവർത്തിക്കുകയും ഇപ്പോൾ ഒരു വലിയൊരു സക്സസ്ഫുൾ ബ്രാൻഡായി ഇത് മാറുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരു ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം പുറത്തെ ജോലികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ ഭാര്യ ആയിരിക്കാം പുറത്തിറങ്ങി ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ തമ്മിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആരംഭിക്കുന്ന ബിസിനസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു ബിസിനസ് ആരംഭിച്ചാലുള്ള പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് പറഞ്ഞത്. ഇത് കേട്ട് നിങ്ങൾ ഉടനെ ബിസിനസ് ചെയ്യാൻ എടുത്ത് ചാടരുത്. നിങ്ങൾ അതിന് പോകുന്നതിന് മുമ്പ് വേറെ കുറെ കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ആ ചിന്തിക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിഫൈൻ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആരൊക്കെ എന്ത് കാര്യം ചെയ്യണം എന്ന ഒരു കാര്യം നിങ്ങൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കാം, പക്ഷേ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് കൂടെയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ എടുത്ത് ബിസിനസ്സിലും ബിസിനസ്സിലെ പ്രശ്നങ്ങൾ എടുത്ത് വീട്ടിലും ഇടാൻ പാടില്ല. നിങ്ങളുടെ ബിസിനസ് ആയിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിട്ടും കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. പ്രിയ ആൻഡ് ആനന്ദ് പറയുന്ന ഒരു കപ്പിൾ അവരൊരു ബൊട്ടിക് ബിസിനസ് ആരംഭിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിൾ, അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. അവരൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ബിസിനസ് ആരംഭിച്ചതിന് ശേഷം ഉറപ്പായും പ്രശ്നങ്ങൾ ഉണ്ടാവും. രണ്ടുപേർക്കും എന്താണ് ചെയ്യേണ്ടത്, ആരൊക്കെ അവരവരുടെ സെപ്പറേറ്റ് എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത് ഒന്നും ഡിസ്കസ് ചെയ്യാതെ അവർ ബിസിനസ് ആരംഭിക്കുകയും ദിവസവും അവർ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവർ ക്ലിയർ ആയിട്ട് ആരൊക്കെ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഈക്വലി ഡിവൈഡ് ചെയ്തു. അതിനുശേഷം അവർ തമ്മിലുള്ള ആർഗ്യുമെന്റ്സും ഇല്ലാതായി അവരവരുടെ ജോലി അവർ കൃത്യമായി ചെയ്യുകയും ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയി റൺ ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്ട്രെങ്തിനനുസരിച്ചുള്ള റോളുകൾ, നിങ്ങളുടെ സ്ട്രെങ്തിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റികൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഒരാളുടെ ജോലിയിൽ നിങ്ങൾ കൈകടത്തരുത്. അതുപോലെ തന്നെ മറ്റൊരാളുടെ ജോലിയിൽ നിങ്ങൾ അനാവശ്യമായി നിങ്ങളുടെ അഭിപ്രായം പറയരുത്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയി നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സെറ്റ് ബൗണ്ടറീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് മാരേജ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു കപ്പിൾ അവരൊരു ബേക്കറി ബിസിനസ് ആരംഭിച്ചു. ബേക്കറി ബിസിനസ് ആരംഭിച്ചതിന് ശേഷം അവർക്ക് തമ്മിൽ ഒരു ബിസിനസ് ആകുമ്പോൾ എന്തായാലും എന്തെങ്കിലും പ്രശ്നം അതിനിടയിൽ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം അവരത് ബിസിനസ് റിലേറ്റഡ് കാര്യമാക്കാതെ വീട്ടിലും അത് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചു. അങ്ങനെ അവരുടെ ബിസിനസ് ആരംഭിച്ചു. അവരുടെ ബേക്കറിയിലും അവരെപ്പോഴും തമ്മിൽ പ്രശ്നമാണ്. അതിനുശേഷം വീട്ടിലെത്തുന്നു, അത് പറഞ്ഞ് വീണ്ടും പ്രശ്നമാണ്. അങ്ങനെ അവരുടെ ലൈഫ് ഫുള്ള് സ്ട്രെസ്ഫുള്ളും ഒരു സമാധാനമില്ലാത്ത ഒരു സാധ്യതയിലേക്കാണ് അവസാനം എത്തിച്ചെന്നത്. ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ്, രാത്രി 8 മണിക്ക് ശേഷം ബിസിനസ് റിലേറ്റഡ് ടോക്ക് ഒന്നും പാടില്ല. അതായത് നിങ്ങളുടെ പേഴ്സണൽ ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യതകളാണ് തുറന്നു വരുന്നത്. മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് എഗ്രി ഓൺ ഫിനാൻസസ് ആൻഡ് ഇക്വിറ്റി സ്പ്ലിറ്റ്. നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻസിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പായും ഡിസ്കസ് ചെയ്യുക. കാരണം ഫിനാൻസിന്റെ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് റിട്ടേൺ വരാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫിനാൻഷ്യൽ ബൗണ്ടറീസ്, ആ ഒരു ഫിനാൻസിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആ ഒരു സെഗ്മെന്റ്സ് നിങ്ങൾ നേരത്തെ ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. നാലാമത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് പ്ലാൻസ് ഫോർ ഡിസ്അഗ്രിമെന്റ്സ്. നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ആരംഭിക്കുമ്പോൾ രണ്ടുപേരും ഒരേ വിഷനോടെ ബിസിനസ് ആരംഭിക്കണമെന്ന് ഞാൻ മുന്നത്തെ പോയിന്റിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾ തമ്മിൽ ഡിസ്അഗ്രിമെന്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ഡിസ്അഗ്രിമെന്റ്സ് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നൊരു മാർഗം കൂടി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നമാവുകയും നിങ്ങളുടെ ബിസിനസ് തന്നെ തകർന്നു പോകാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു വിവാഹം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം ആലോചിക്കും. കാരണം നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ പകുതി ഇനിയുള്ള ജീവിതത്തിൽ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ് നമ്മൾ വിവാഹം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും ആ ഒരു വ്യക്തിയെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും. അത്രയും എഫേർട്ട് നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോഴും എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു വിവാഹം പോലെ തന്നെ, ഈ ഒരു മാരേജ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ്സും. നമ്മൾ ഈ ഒരു ബിസിനസ് ആരംഭിച്ചതിന് ശേഷം ഇനിയുള്ള നമ്മളുടെ ജീവിതത്തിൽ ഒരു വരുമാന മാർഗമായി നമ്മളോട് കൂടി എപ്പോഴും നമ്മുടെ ബിസിനസ്സും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മാരേജ് ഡിസിഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ് ബിസിനസ് ഡിസിഷനും. ഇനി
നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അത് എപ്പോഴും നല്ലതായിരിക്കില്ല. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ പ്രധാനമായി വരുന്ന ഒരു 5 പ്രശ്നങ്ങൾ, അതിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന 5 ചാലഞ്ചസ് ആണ് നമ്മൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നമാണ് പവർ സ്ട്രഗിൾസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരും. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബിസിനസ്സിൽ. അപ്പോൾ ഇത്തരത്തിലൊരു ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് തമ്മിൽ ചിലപ്പോൾ 2 മനുഷ്യരാണ്, നമ്മൾ കപ്പിൾ ആണെങ്കിലും രണ്ടുപേരും വ്യത്യസ്ത ചിന്താഗതിയും വ്യത്യസ്ത രീതിയിൽ വളർന്നു വന്നവരുമാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലും വ്യത്യസ്തത ഉണ്ടാവും. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതെങ്ങനെ പ്രോപ്പറായി രണ്ടുപേർക്കും ഒരുമിച്ച് എടുക്കാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കി ബിസിനസ് അടച്ചുപൂട്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. എല്ലാം എങ്ങനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാമെന്ന് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സ്വന്തമായി ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ റോളുകൾ എന്താണെന്ന് കറക്റ്റായി ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ മെച്ചോർഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും നിങ്ങൾ പക്വതയുള്ളവരാണോ എന്ന് ഫസ്റ്റ് തിരിച്ചറിയുക. രണ്ടാമതായി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് വർക്ക് ലൈഫ് ബാലൻസ് ഇഷ്യൂ. നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാവാനേ പോകുന്നില്ല. നിങ്ങൾ എപ്പോഴും ഈ ഒരു ബിസിനസിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് നിങ്ങൾ സ്വന്തമായി ചോദിച്ച് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരാൻ പാടുള്ളൂ. മൂന്നാമതായി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് ബിസിനസ് സ്ട്രെസ് അഫക്റ്റിംഗ് മാരേജ്. നിങ്ങൾ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മേഖലയാണ് ബിസിനസ്. ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ മാരേജ് ലൈഫിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ബിസിനസ്സായി ഒരു സ്ട്രാറ്റജി, നിങ്ങൾ ബിസിനസ് സ്ട്രാറ്റജി കറക്റ്റായി ഫോളോ ചെയ്യുക. ബിസിനസ് നിങ്ങളുടെ സെപ്പറേറ്റ് റോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതൊരിക്കലും, അതായത് 8 മണിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ സമയം, നിങ്ങൾ കുറച്ച് പേഴ്സണൽ സമയം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും എല്ലാം പ്ലാനും നിങ്ങൾ പ്രോപ്പറായി തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലൊരു ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. നാലാമത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഡിസഗ്രിമെന്റ്സ് ഓവർ ഫിനാൻസസ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ആരംഭിച്ചിട്ടുണ്ടാകാം. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ആ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നമല്ല, നിങ്ങൾ തമ്മിൽ തർക്കമല്ല ഉണ്ടാകേണ്ടത്. നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ച് ഒരു എഗ്രിമെന്റ് നേരത്തെ തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരാൾക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും ആ ഒരു ഫിനാൻസ് എങ്ങനെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാം, എങ്ങനെ അടുത്ത് ബാക്കി ആ ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പിയായി എല്ലാ എഗ്രിമെന്റ്സും അതുപോലെ തന്നെ എല്ലാ ഫിനാൻഷ്യൽ ഗോൾസും ഒരുമിച്ച് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലാതെ തർക്കിച്ച് ബിസിനസ് തകരാനുള്ള ഒരു ചാൻസസ് നിങ്ങൾ ഉണ്ടാക്കരുത്. അഞ്ചാമതായി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് ലോസിംഗ് പേഴ്സണൽ ഐഡന്റിറ്റി. ഈ പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ഹോബിയും നിങ്ങളുടെ ഇഷ്ടങ്ങളും മറന്ന് ഒന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായി പോകും. പക്ഷേ അതിനിടയിലും നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി 100% കൊടുത്താലും അതിൽ സ്വന്തം നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇതിന് പിന്നിലുണ്ട്. നിങ്ങൾ ആ ഒരു സക്സസ് സ്റ്റോറി മാത്രം കണ്ട് ഒരിക്കലും ഇത്തരത്തിലൊരു ബിസിനസ് ആരംഭിക്കാൻ മുന്നോട്ട് പോകരുത്. നിങ്ങൾ ഒരുമിച്ച് ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വശങ്ങളും, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ചിന്തിക്കുക. അതിലെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായി അനലൈസ് ചെയ്ത് ആ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളും ഉറപ്പായും സക്സസ്ഫുൾ ആയ ഒരാളായി മാറുകയും ഒരു സക്സസ്ഫുൾ ബിസിനസ് കപ്പിളായി നിങ്ങൾ മാറുകയും ചെയ്യും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കപ്പിൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിലും പറയുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. Bosswala. Be the boss.